നമസ്കാരം. ഇപ്പോൾ നമുക്ക് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൻ്റെ പേര് സ്പെഷ്യലൈസ്ഡ് നോളജ്, അതായത് പ്രത്യേക അറിവ്. പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതൽ പഠിച്ചാൽ അല്ലെങ്കിൽ കൂടുതൽ അറിവുണ്ടെങ്കിൽ വിജയം സ്വാഭാവികമായി വരും. പക്ഷേ നെപ്പോളിയൻ ഹിൽ പറയുന്നത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. എല്ലാം അറിയുന്നത് വിജയം നൽകില്ല. ശരിയായ കാര്യങ്ങൾ അറിയുന്നതാണ് വിജയം നൽകുന്നത്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് എന്തുകൊണ്ട് പൊതുവായ അറിവ് മതിയാകില്ല, എന്താണ് പ്രത്യേക അറിവ്, അത് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം. ഈ ഒരു ആശയത്തിന് നിങ്ങളുടെ ചിന്തയെയും നിങ്ങളുടെ വരുമാനത്തെയും മാറ്റാൻ കഴിയും. ചാപ്റ്റർ 4, സ്പെഷ്യലൈസ്ഡ് നോളജ്. സ്പെഷ്യലൈസ്ഡ് നോളജ്, അതായത് പ്രത്യേക അറിവ്. ലോകത്തിലെ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതൽ അറിവുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. പക്ഷേ സത്യം അതല്ല. വിജയം നേടാൻ നിങ്ങൾക്ക് എല്ലാം അറിയേണ്ടതില്ല. ശരിയായ കാര്യങ്ങൾ അറിയണം. പൊതുവായ അറിവ് എല്ലാവർക്കും ലഭ്യമാണ്. സ്കൂൾ, കോളേജ്, പുസ്തകങ്ങൾ ഇവയൊക്കെ നിങ്ങളെ പൊതുവായ അറിവ് പഠിപ്പിക്കും. പക്ഷേ ആ അറിവ് മാത്രം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കില്ല. ലോകം പ്രതിഫലം നൽകുന്നത് പൊതുവായ അറിവിനല്ല, പ്രത്യേക അറിവിനാണ്. പ്രത്യേക അറിവ് എന്നത് ഒരു മേഖലയിൽ ആഴത്തിൽ അറിയുന്ന അറിവാണ്. അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടവനാക്കും. അത് നിങ്ങളെ വിലപ്പെട്ടവനാക്കും. ഒരു ഉദാഹരണം നോക്കാം. പലർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ എല്ലാവർക്കും അത് റിപ്പയർ ചെയ്യാൻ അറിയില്ല. റിപ്പയർ ചെയ്യാൻ അറിയുന്ന ആ വ്യക്തിക്ക് ഒരു പ്രത്യേക അറിവുണ്ട്. അതുകൊണ്ടാണ് അവൻ അതിലൂടെ പണം സമ്പാദിക്കുന്നത്. ഇതാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നതിൻ്റെ ലളിതമായ അർത്ഥം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റും വിജയത്തിനുറപ്പല്ല. പലർക്കും ഡിഗ്രിയുണ്ട്, പക്ഷേ അവർ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നില്ല. പക്ഷേ ഡിഗ്രി ഇല്ലാത്ത പലരും വിജയിച്ചവരാണ്. കാരണം അവർക്ക് പ്രായോഗിക അറിവുണ്ടായിരുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നത്, അറിവ് മാത്രം പോരാ, അറിവ് ഉപയോഗിക്കണം. പലർക്കും അറിയാം എന്ത് ചെയ്യണമെന്ന്, പക്ഷെ അവർ ചെയ്യാറില്ല. ചെയ്യുന്നവരാണ് മുന്നോട്ടു പോകുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കെല്ലാം അറിയേണ്ടതില്ല. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളെ നിങ്ങളുടെ ചുറ്റും കൂട്ടിയാൽ മതി. വിജയികൾ ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നവരല്ല. അവർ ശരിയായ ആളുകളെ കണ്ടെത്തി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നവരാണ്. ഇതാണ് മാസ്റ്റർ മൈൻഡ് എന്ന ആശയത്തിന്റെ തുടക്കം. സ്പെഷ്യലൈസ്ഡ് നോളജ് നേടാൻ 3 ലളിതമായ വഴികളുണ്ട്. ഒന്നാമത്, സ്വയം പഠിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, അനുഭവങ്ങൾ നേടുക, പരീക്ഷിക്കുക. രണ്ടാമത്, മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക. മെന്റേഴ്സ്, ടീച്ചേഴ്സ്, എക്സ്പേർട്സ് ഇവരിൽ നിന്ന് പഠിക്കുക. മൂന്നാമത്, ഒരു ടീം ഉണ്ടാക്കുക. നിങ്ങൾക്കില്ലാത്ത അറിവ് മറ്റുള്ളവരിൽ നിന്ന് നേടുക. ഒരു കാര്യം ഓർക്കണം, ലോകം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്ത് പഠിച്ചു എന്നല്ല, നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും എന്നതാണ്. സ്പെഷ്യലൈസ്ഡ് നോളജ് നിങ്ങളെ പ്രവർത്തനത്തിലേക്ക് നയിക്കണം. അറിവ് പുസ്തകത്തിൽ മാത്രമുണ്ടെങ്കിൽ അതിന് മൂല്യമില്ല. അത് പ്രവർത്തനത്തിലേക്ക് മാറ്റുമ്പോഴാണ് അതിന് ശക്തി ലഭിക്കുന്നത്. പലർക്കും ഒരു വലിയ പ്രശ്നമുണ്ട്. അവർ തുടങ്ങാൻ പേടിക്കുന്നു, പരാജയത്തെ പേടി. പക്ഷേ അനുഭവമില്ലാതെ പ്രത്യേക അറിവ് വളരില്ല. ഓരോ ശ്രമവും നിങ്ങളെ മെച്ചപ്പെടുത്തും. ഓരോ പരാജയവും നിങ്ങളെ പഠിപ്പിക്കും. ഇതാണ് ഈ അധ്യായത്തിന്റെ സാരം. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നത് എല്ലാം അറിയുക എന്നതല്ല. ഒരു മേഖല തിരഞ്ഞെടുക്കുക, അത് ആഴത്തിൽ പഠിക്കുക, അത് ഉപയോഗിക്കുക. അപ്പോഴാണ് നിങ്ങൾക്കൊരു മാറ്റം കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ചിന്തയിൽ മാറ്റം, നിങ്ങളുടെ പ്രവർത്തനത്തിൽ മാറ്റം, അവസാനം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം. ഇന്നൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കൂ. ഞാൻ ഏത് മേഖലയിലാണ് പ്രത്യേക അറിവ് നിർമ്മിക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളുടെ ഭാവി മാറ്റാം. ഇത്തരം അറിവുകൾ നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.